സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വിയേർഡ് റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമല്ല, ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 3 ഇന്നുകൊണ്ട് തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി സീസൺ 4 ഇറങ്ങാൻ 2 വർഷത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സീസൺ 3യുടെ റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ പറയുന്നത്. സോ സീസൺ 3 എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സീസൺ 1ഉം 2ഉം വെച്ച് നോക്കുമ്പോൾ അത് കിടലൻ സീരീസ് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്നാലും അവിടെ ഇവിടെയൊക്കെ ഹൈ മൊമെന്റ്സ് തന്നെങ്കിലും കുറച്ചൊക്കെ സ്ലോ ബേസ്ഡായിട്ടായിരുന്നു സ്റ്റോറി സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ സീസൺ 3ലേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഹൈയിൽ തന്നെയായിരുന്നു സീസൺ 3യുടെ സ്റ്റാർട്ടിങ്. ബാറ്റിൽ ഓഫ് കള്ളറ്റ് വെച്ചായിരുന്നു 3യുടെ സീസൺ സ്റ്റാർട്ടിങ് തുടങ്ങിയത് തന്നെ. സോ ഒരു കിടിലൻ ബാറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റീവ് സീലറിന്റെ ഒരു ബാഡാസ് എൻട്രി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വൈൽഡ് ഡ്രാഗനെ ഒരു ബാറ്റിലേക്ക് ഫസ്റ്റ് ടൈം കൊണ്ടുവരുമ്പോൾ സോ ഉണ്ടാകുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര കിടിലനായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സീസൺ 3ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റെനേറയുടെ കിങ്സ് ലാൻഡിലേക്കുള്ള ഒരു എൻട്രി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അയൺ ത്രോണിൽ ഇരുന്നതിന് ശേഷം റെനേറയുടെ ആ ഒരു ക്യാരക്ടർ ചേഞ്ച്, ബാഡാസ് ആയിട്ടുള്ള ഒരു കിടിലം ക്യാരക്ടർ ചേഞ്ച് ഉണ്ട്. ആ ഒരു സീസൺ 2 വരെ നമ്മൾ റെനേറനെ അത്രയും പാവമായിട്ട് ഒരു ഇന്നസെന്റ് ആയിട്ട് കണ്ടതിന് ശേഷം ആ ഒരു സീസൺ 3ലേക്ക് വരുമ്പോൾ റെനേറയ്ക്ക് ആ ഒരു ത്രോൺ എങ്ങനെയെങ്കിലും വേണം എന്നുള്ള ആ ഒരു ഈവിൾ ഷെയ്ഡ് റെനേറെ കാണിക്കുന്ന ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ഭയങ്കര അടിപൊളിയായിട്ടാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് എൻ്റെ ഈ ഒരു സീരീസിൽ എടുത്തു പറയേണ്ട സംഭവമാണ് നമ്മുടെ ഡെയ്മൻ്റെ സീൻ. കാര്യം ഡെയ്മനെ ആ ഒരു കറാച്ചിസിന്റെ ബോണ്ട് ഭയങ്കര കിടലായിട്ടാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സീൻസ് ഉണ്ട്. ഒരു എപ്പിസോഡ്സിൻ്റെ അകത്ത് ഈ 4 ഡ്രാഗൺസ്, സ്റ്റീലറും എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഡെയ്മൻ ആ ഒരു കറാച്ചീസിന്റെ മുകളിൽ നിന്ന് താഴെ വരുമ്പം കറാച്ചീസ് ആ ഒരു ഫൈറ്റ് നിർത്തിയിട്ട് ഡെയ്മന്റെ അടുത്തേക്ക് ചെല്ലുന്ന ആ ഒരു അവരുടെ ആ ഒരു ബോണ്ട് ഭയങ്കര അൺബ്രേക്കബിൾ. ആ ഒരു ബോണ്ട് ഭയങ്കര രസമായിട്ടാണ് എടുത്തത്. എനിക്ക് ആ എൻ്റെ സീരീസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രാഗനാണ് കെറാക്സിസ്. ഈ ഒരു സീസൺ 3യിലെ എയ്മന്റ് ഹാരൻ ഹോളിലേക്ക് വിട്ട് വേഗാറുമായിട്ട് പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഏഗോൺ ദ കോൺകറിന് ശേഷം കാരൻ ഹോള് ബെലേറിൻ വന്ന് ചുട്ട് ചാമ്പലാക്കിയതിന് ശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വേഗാറ് വന്ന് രണ്ടാമത് ഒന്നും കൂടെ ബാരൻ ഹോള് കത്തിക്കരിക്കുന്നുണ്ട്. ആ ഒരു സീനും പിന്നെ ആ ഒരു അവിടെ വെച്ച് ആ വിച്ചിനെ മീറ്റ് ചെയ്യുന്ന സംഭവം എല്ലാം ഭയങ്കര എൻഗേജിങ് ആയിട്ടായിരുന്നു പോയിരിക്കുന്നത്. അവരുടെ ഒരു ക്യാരക്ടർ ആർക്കും ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റും എല്ലാം കൊടുത്തിരിക്കുന്നത് ഭയങ്കര കിട്ടലിനായിട്ടാണ് ഈ ഒരു സീസൺ. ഈ എൻ്റെ സീസൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഈ ഒരു സീസൺ നിർത്തിയേക്കുന്നത് തന്നെ ബാറ്റിൽ ഓഫ് ടെമ്പിൾട്ടണും കൂട്ടിയാണ്. അതിൻ്റെ ഒരു ബാറ്റിൽ ഓഫ് ടെമ്പിൾട്ടൻ്റെ ആ ഒരു തുടക്കം ഒരു 1 ബാറ്റിൽ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് സീസണിൽ. അത് ഭയങ്കര കിടലിനായിട്ടാണ്. നമുക്ക് ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഡ്രാഗൺസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രാഗൺ ഡക്കാരി സീൻസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ ഇപ്പുറത്തേക്കുള്ള ആൾക്കാരുടെ പിന്നെ കൂറുമാറ്റം സംഭവങ്ങളും ഭയങ്കര അടിപൊളിയായിട്ട് അതിൻ്റെ അകത്തെ പൊളിറ്റിക്സും. പിന്നെ ലാസ്റ്റ് സീസണിലേക്ക് വരുമ്പോൾ ഇവരുടെ ആ ഒരു സ്പീച്ച്, ആ ഒരു സോൾജേഴ്സിന് കൊടുക്കുന്ന ഡെയ്മന്റെ ഭാഗത്തുനിന്ന് ഒരു സ്പീച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്യൂൻ റെനേറയുടെ ഭാഗത്തുനിന്ന് അവരുടെ ജനങ്ങൾക്ക് ഒരു സ്പീച്ച് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇവർ ഈ ഒരു സീസൺ 3ക്കകത്ത് വന്നേക്കുന്നത്. മാത്രമല്ല ഗെയിം ഓഫ് ത്രോൺസിന്റെ ആ ഒരു സ്റ്റോറി ലൈനുമായിട്ട് കണക്ട് ചെയ്യാൻ മാക്സിമം ഈ ഒരു സീരീസ് ശ്രമിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫ്യൂച്ചർ എടുത്ത് കാണിക്കുന്ന സംഭവം, ദ പ്രോമിസർ പ്രിൻസിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ എടുത്ത് കാണിച്ചിരിക്കുന്നത് ഭയങ്കര കിടലാണ്. സോ എൻ്റെറിൽ എനിക്ക് ഈ ഒരു ഹൗസ് ഓഫ് ഡ്രാഗൺ സീരീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സീസൺ 3 വൺ ഓഫ് ദി ബെസ്റ്റ് സീസൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്ര അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത സീസൺ ആയിരിക്കും പീക്ക് എന്ന് പറഞ്ഞാൽ ബാറ്റിൽ ഓഫ് ടെമ്പിൾട്ടൺ, ഗോഡ്, അങ്ങനെ കുറേ സംഭവങ്ങൾ, കുറേ വാറുകൾ അടുത്ത സീസണിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത സീസൺ എന്താണെങ്കിലും പീക്കായിരിക്കും. സീസൺ 4 എന്താണെങ്കിലും ഒരു സീസൺ 3യുടെ മേളിൽ നിന്നിട്ട് എന്താണെങ്കിലും കാര്യമുള്ളൂ. ഇനി ഇവർക്ക് വർത്തമാനം പറയാനോ കാര്യങ്ങൾക്കോ ഒന്നും സമയമില്ല. സീസൺ 4 എന്താണെങ്കിലും ഫുള്ളി ബാറ്റിലായിരിക്കും. ഡ്രാഗൺ ഫൈറ്റ് നമുക്ക് ഇഷ്ടം പോലെ കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് ഏഗോൺ ദ കോങ്കറിന്റെ ഒരു മൂവി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത നൈറ്റ് ഓഫ് ദ സെവൻ കിൻഡിന്റെ സീസൺ 2 വരാൻ കിടപ്പുണ്ട്. സോ ഈ ഒരു ഹൗസ് ഓഫ് ഡ്രാഗൺ വേൾഡ് ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഏഗോൺ ദ കോങ്കറിന്റെ ആ ഒരു മൂവിക്ക് വേണ്ടി എന്താണെങ്കിലും ഭയങ്കര വെയിറ്റിംഗ് ആണ്. ബലേറിയൻ ആ ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ, അത് എങ്ങനെ അറിയത്തില്ല, OTT ആണോ വരാൻ പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല. പക്ഷേ ആ ഒരു മൂവി അവർ അടിപൊളിയായിട്ട് ഇറക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സോ ഇത്രയൊക്കെ ഒരു വീഡിയോ പറയുന്നുള്ളൂ. ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 3 വൺ ഓഫ് ദി ബെസ്റ്റ് സീസൺ ആണ് ഈ ഒരു എൻ്റയർ സീരീസിലെ. സീസൺ 1, 2 കണ്ട് കാര്യം അത് ഇച്ചിരി സ്ലോ ബേസിലാണ് പോകുന്നത്. കാര്യം ആ ഒരു ക്യാരക്ടർ ആർക്ക് അവർ കൊണ്ടുവന്ന ഇച്ചിരി സ്ലോ ബേസിലാണ്. പക്ഷേ സീസൺ 3ലേക്ക് വരുമ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് ഡ്രാഗൺസിനെ കാണാനാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സീസൺ തുടങ്ങുന്നത് തന്നെ. പക്ഷേ അതൊന്ന് സീസൺ 3ക്കും 2ലും ആ സംഭവങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഡ്യൂറേഷൻ ഭയങ്കര കുറവായിരുന്നു. ആ ഒരു ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു. പക്ഷേ സീസൺ 3ലേക്ക് വരുമ്പം അത്യാവശ്യം എൻഗേജ് ആയിട്ടുള്ള കിട്ടുന്ന സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇഷ്ടമുള്ളവർക്ക് കണ്ടു നോക്കാനാണ്. ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസും കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ കാണാൻ പറ്റിയൊരു സാധനമാണ്. സോ നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.